പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കൾ ധാരാളം ശുശ്രൂഷ ചെയ്യണം, വേല ചെയ്യണം. നമ്മൾ നല്ല മനസ്സ് വെച്ച് അധ്വാനിക്കണം. 10 പേരെയും കൂടെ കൂടുതൽ ദൈവവചനം കേൾപ്പിക്കുന്നത് സന്തോഷിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു വിളിയാണത്. മറ്റുള്ളവരെയും കൂടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളികളാക്കുക. ഇപ്പോൾ നിങ്ങൾ ഫോണെടുത്ത് സാധിക്കുന്നിടത്തോളം ഒരു 2-3 പേരെ ഒന്ന് വിളിച്ച് ഒന്ന് ഉണർത്തുക, അവരെയും കൂട്ടാളികളാക്കുക കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി. അത് നല്ലൊരു ശുശ്രൂഷയാണ്. ഈ വചനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും, മുതിർന്നവർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് കർത്താവ് നിങ്ങളുടെ പേരിൽ എഴുതി നിങ്ങൾക്കൊരു അനുഗ്രഹം തരും. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയും. കർത്താവ് ഒരു പ്രോമിസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിനുവേണ്ടി വിനിയോഗിക്കാം. ഇതിനുള്ള പ്രതിഫലം നമ്മൾ മരിച്ച് പിതാവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കണ്ട് അതിശയിക്കും. ഒന്നും കൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ അഭിഷേക ശുശ്രൂഷയുടെ ആമുഖത്തിൽ തന്നെ അച്ഛന് ഒരു പ്രത്യേക സംഭവം ഓർമ്മ വരികയാണ്. നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഒരു കുടുംബം ഒരു അനുഭവം പറഞ്ഞതാണ്. അവർ കുറേ നാളുകളായി കുടുംബത്തിൽ മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ അട്ടപ്പാടി വന്നു. അപ്പോൾ ഇവിടെ സാംസൺ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. ആ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ഒരു സന്ദേശം, ആ കുടുംബത്തെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. അവർ ആ സന്ദേശം സ്വീകരിച്ചു. എങ്ങനെ കർത്താവ് ഇടപെട്ടു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞങ്ങൾ പൂഴ്ത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു. മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. പിന്നെ സാംസൺ അച്ഛൻ പറഞ്ഞു, എന്തായാലും ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവും, നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ 5 മാസം ഞങ്ങൾ വരാമെന്ന് അങ്ങനെ നിയോഗം വെച്ചു. 4-ാം മാസം ഞാൻ ഗർഭിണിയാണ്. നിങ്ങൾ വിവാഹം കഴിഞ്ഞ് എത്ര വർഷമായിട്ട് മക്കളില്ലായിരുന്നു? 12 വർഷമായിട്ട്. വിവാഹം കഴിഞ്ഞ് 12 വർഷമായിട്ട് ഇവർക്ക് മക്കളില്ലാതെ വിഷമിക്കുക. വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ചയാണോ വന്നത്? ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ഈശോ ഇവിടെ കൊണ്ടുവന്നു. 4 മാസം മുടങ്ങാതെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനെയാണ് കണ്ടത്. അപ്പോൾ സാംസൺ അച്ഛനോട് വിവരം പറഞ്ഞു അല്ലേ? സാംസൺ അച്ഛൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് മക്കളുണ്ടാവും, പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് മക്കളുണ്ടാവില്ല. അപ്പോൾ ഇവരങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും കുട്ടികളുണ്ടാവും, സമാധാനത്തിൽ പോവുക. അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു, സമാധാനത്തിൽ പോകാൻ പറ്റില്ല, ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് മക്കൾ ഉണ്ടാവില്ലെന്നാണെന്ന് ഇവർ തിരിച്ച് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ല, മക്കൾ ഉണ്ടാവും. അങ്ങനെ കുരിശ് നെറ്റിയിൽ വെച്ച് അമർത്തി പിടിച്ച് പറഞ്ഞു, എന്തായാലും നിനക്ക് മക്കളുണ്ടാവും, നീ ഉറപ്പിച്ചോ, മനസ്സിൽ വെച്ചോളാം. നീ ഉറപ്പിച്ചോ, ഞാനാ പറയണത്, നിനക്ക് മക്കളുണ്ടായിരിക്കും. ഇവിടെ സാക്ഷി പറഞ്ഞു. പക്ഷേ ഒരു നിയോഗം വെച്ച് ഒരു 5 വെള്ളിയാഴ്ച വന്ന് 5 മാസം വന്ന് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞു. ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി, പക്ഷെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു.
അതായത് നിങ്ങൾ ഈ നിയോഗം വെച്ച് കുറച്ച് മാസങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ 5 മാസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, ആ 5 മാസത്തിനുള്ളിൽ ഗർഭിണിയാകുകയാണെങ്കിൽ ഒരു അത്ഭുതമാണെന്ന്. ഇപ്പോൾ 12 വർഷമായിട്ട് മക്കളില്ല, അപ്പം 5 മാസം നിയോഗം വെച്ച് അട്ടപ്പാടിയിൽ ആദ്യ വെള്ളിയാഴ്ചകളിൽ അട്ടപ്പാടി വന്ന് പ്രാർത്ഥിക്കും, ആ 5 മാസത്തിനുള്ളിൽ ഗർഭിണിയാകുകയാണെങ്കിൽ അത് അത്ഭുതമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയും. 4-ാം മാസം ഗർഭിണി. എൻ്റെ ചേട്ടൻ പിന്നെ എന്താ എല്ലാവരും മദ്യപിക്കുമായിരുന്നു. ചേട്ടൻ ബിനോയ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ധ്യാനം കൂടി. 15 വർഷം. അപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ മദ്യപാനം ഉണ്ടായിരുന്നു അല്ലേ? 15 വർഷമായി മദ്യപാനത്തിൻ്റെ ഒരു വലിയ ഉപദ്രവം ഈ കുടുംബത്തെ, ഈ സഹോദരനെ അലട്ടിയിരുന്നു. അപ്പോഴോ മദ്യാനമില്ല. അപ്പോൾ ഈ 5 മാസം യോഗം വെച്ച് 5 വെള്ളിയാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിച്ചു. കംപ്ലീറ്റ് ഹീലിംഗ് അല്ലേ? ഇപ്പം ഇല്ല, മദ്യപിക്കാനേ തോന്നുന്നില്ല. കർത്താവ് കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് കൊടുത്തു, മദ്യപാനം ഉപേക്ഷിച്ചു. അപ്പോൾ ദൈവം കുഞ്ഞിനെയും കൊടുത്ത് അനുഗ്രഹിച്ചു. വിശുദ്ധ പറഞ്ഞ് ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് സാംസ്രജൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിച്ച് പാടി ആരാധിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം മക്കൾ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന സമയമാണ്. ലക്ഷോപലക്ഷം മക്കളോടുകൂടി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു അസുലഭ നിമിഷമാണിത്. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഓ ഉന്നതങ്ങളിൽ നിന്നും അഗ്നിനാളമായി ഇറങ്ങുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആരാധന ആരാധന ആരാധന. ഓ ഹോളി സ്പിരിറ്റ് സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദയവതിരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 11-ാം വാക്യത്തിലെ ഒരു പ്രാർത്ഥനയാണ്. ബലവാനെതിരെ ബലഹീനനെ സഹായിക്കുന്ന കർത്താവേ, ഞങ്ങളെ സഹായിക്കാൻ അവിടെ നല്ലാതെ മറ്റാരുമില്ല. ആസാ രാജാവ്, യൂദയ രാജ്യത്തിൻ്റെ രാജാവായ ദൈവഭക്തനായ ആസാ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എത്യോപ്യൻ നേതാവായ സേര 10 ലക്ഷത്തിൽ പരം സൈന്യവുമായി ഈ യൂദയ രാജാവിന് നേരെ വന്നപ്പോൾ ആസാ രാജാവ് പ്രാർത്ഥിക്കുകയാണ്, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കുന്ന ഞങ്ങളുടെ ദൈവമേ. ബൈബിളിൽ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന നിരവധി വിശേഷണങ്ങളുണ്ട്. അതിൽ ഒരു വിശേഷണമാണ് ബലവാനെതിരെ ബലഹീനനെ
സഹായിക്കുന്നവനായ ദൈവമേ. ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ. കേട്ടിട്ടില്ല മക്കളെ? ഇത് അടിസ്ഥാനപരമായ ഒരു ദൈവവചന സത്യമാണ്. ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ ഇപ്പോൾ നമ്മളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അവിടെ നമ്മൾ ഹാഗാർ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണും. അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറായിൽ അബ്രാഹത്തിന് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. അപ്പോൾ സാറ തൻ്റെ തോഴിയായ ഹാഗാറിനെ അബ്രാഹത്തിന് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ അബ്രാഹത്തിന് ഹാഗാറിൽ ഒരു കുട്ടിയുണ്ടാകും, ഇസ്മായേൽ. എന്നാൽ വാഗ്ദാന പ്രകാരം അബ്രാഹത്തിന് സാറായിൽ ഇസഹാക്ക് ജനിക്കുകയും ഇസഹാക്കിനോടൊപ്പം ഇസ്മായേൽ കളിക്കുന്നത് കാണുമ്പോൾ സാറായിക്ക് അത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ കലഹമായി അബ്രാഹം ഹാഗാറിനെയും കുഞ്ഞിനെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സംഭവം നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവുമായി ഹാഗാർ മരുപ്രദേശത്തേക്ക് പോവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 21 അധ്യായം 14 തിലകത്തിലാണ് കാണുന്നത്. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന് തോളിൽ വെച്ച് കൊടുത്തു. മകനെ ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബെർശേബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്ന് അവൾ വെള്ളം തീർന്നു. പിന്നീട് എന്താണ് ചെയ്യുക? വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം അതിൽ 21 അധ്യായം 15-16 കാണുന്നത് എന്താണെന്നറിയാവോ? തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പയത്ത് ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. പിന്നെ കാണുന്നത് ഇതാ ഒരു ദൈവദൂതൻ ഹാഗാറിനെ സഹായിക്കുവാനായിട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവർക്ക് ആവശ്യമായ സഹായം നൽകി അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ആരും സഹായത്തിനില്ലാതെ ബലഹീനതയിൽ ബലമായി കർത്താവ് സഹായിക്കാൻ വരുമെന്നുള്ളതാണ്. വീണ്ടും തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്തിൻ്റെ മകനായ തോബിയാസിന് വേണ്ടി തോബിത്ത് പ്രാർത്ഥിക്കുന്നു. കാരണം തോബിത്തിന് പ്രായമായി, തൻ്റെ മകന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം, തുണ പോകാൻ ആരും സഹായിക്കാനില്ല. അപ്പോൾ എന്തു ചെയ്യും? തോബിത്തിൻ്റെ പുസ്തകം 5 അധ്യായം 4 തിരുലിഖിതം. ഈ തോബിയത്തിൻ്റെ പ്രാർത്ഥന കേട്ട് തോബിയാസിനെ സഹായിക്കുവാനായിട്ട് ഒരു മനുഷ്യൻ വരികയാണ്. തോബിയാസിന് ഒരാളെ അന്വേഷിച്ചു. റഫായേൽ എന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അവനൊരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെയെല്ലാം തൻ്റെ കഴിവ് കുറവ്, തനിക്ക് കഴിവില്ല, പോകണം, മകൻ്റെ കൂടെ പോകണമെന്നുണ്ട്, പക്ഷെ കണ്ണ് കാണാമല്ല. ഇവിടെ ഹാഗാറിൻ്റെ ജീവിതത്തിലാണെങ്കിലും മകനെ സംരക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ കഴിവില്ല. എന്തു ചെയ്യും? മകനെ രക്ഷിക്കുവാൻ ഒരു വഴിയും കാണുന്നില്ല. മകൻ മരിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ ഇതാ ദൈവം ഇറങ്ങി വന്ന് അവരെ സഹായിക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ തോബിത്തിൻ്റെ ജീവിതത്തിലും തോബിത്തിൻ്റെ മകനായ തോബിയാസിനെ സംരക്ഷിക്കുവാൻ ദൈവം ഒരു ദൂതനെ അയക്കുകയും അവൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ഏതെല്ലാം സാഹചര്യത്തിലാണെങ്കിലും നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ സഹായിക്കാനായി വരും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് അവനെ കൊണ്ട് നടന്നു. തങ്ങളെ സഹായിക്കുവാൻ എപ്പോഴും തങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് വിചാരിച്ച ശിഷ്യന്മാർക്ക് തെറ്റി. കാരണം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് പുത്രൻ മരിക്കണം. കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. അവനെ കല്ലറയിൽ അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചിതറി ഓടുകയാണ്. അവരെല്ലാം പല സ്ഥലത്തേക്ക് ഓടി, ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ്. ഇനി ഞങ്ങൾക്കൊന്നുമില്ല. നിരാശരും ദുഃഖിതരുമായിരുന്നു നമ്മൾ കാണുക. നിരാശരും ദുഃഖിതരുമായി നിരാശപ്പെട്ട് അവർ താങ്കളുടെ പട്ടണങ്ങളിലേക്കും മറ്റ് ഗുഹകളിലേക്കെല്ലാം യഹൂദരെ ഭയന്നവർ ഒളിവ് പാർക്കുകയാണ്. ചിലരൊക്കെ ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ പോയ 2 സഹോദരന്മാർ എമ്മാവുസിലേക്ക് പോവുക. എമ്മാവുസിലേക്ക് പോയപ്പോൾ നോക്ക്, നിരാശപ്പെട്ട് കടന്നു പോയ ആ ദൈവമക്കളുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു ക്രിസ്തു അവരുടെ തുണയായി അവരോടൊപ്പം നടക്കുന്നത് നമ്മൾ കാണും. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 13 മുതലുള്ള തിരുലിഖിതങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണും, ആ നിരാശപ്പെട്ട് കടന്നുപോയ ശിഷ്യന്മാരുടെ ഒപ്പം നടക്കുകയും അവർക്ക് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അതിനുശേഷം അപ്പം മുറിച്ചു കൊടുക്കുകയും അവരോടൊപ്പം പഠിക്കുകയും ചെയ്യുന്ന ദൈവത്തെ
നമ്മൾ കാണും. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന അടുക്കിലേക്ക് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിൽ 3-4 തിരുലിഖിതങ്ങൾ. ഇതുപോലെ നിരാശപ്പെട്ടിരിക്കുന്ന പത്രോസ് ഇനി എന്ത് ചെയ്യും? മീൻപിടുത്തമൊക്കെ ഉപേക്ഷിച്ച് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഈശോ നഷ്ടപ്പെട്ടു പോയി, മരിച്ചു, അടക്കം ചെയ്തു. ശിമോൻ പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. തുടർന്നുള്ള വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ചോദിക്കുകയാണ് അവരോട്, മക്കളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? മീൻ വല്ലതും കിട്ടിയോ? അവർ പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക. അവർക്ക് ധാരാളം മീൻ കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ധാരാളം മീൻ കിട്ടി. അവർ ആ മീനും വലിച്ച് കടയിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അതിൽ 21:9-10 തിരുവചനം, അവർക്ക് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം. ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആരിൽ നിന്നും സഹായം ലഭിക്കാതെ വരുമ്പോൾ നിന്റെ ദൈവം നിന്റെ കൺമുമ്പിൽ തന്നെ നിന്നെ സഹായിക്കാനുണ്ട് എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ദൈവവേദലെ, ചിലപ്പോൾ ചില രോഗങ്ങളായിരിക്കാം. ഡോക്ടർമാർ പറയും, ഇനി നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല, വൈദ്യശാസ്ത്രം തോറ്റു. ഇനി ചിലപ്പം പറയും, ഇനി നിങ്ങളുടെ സ്ഥലമോ നിങ്ങൾക്കുള്ള സകല വസ്തുക്കളും വിറ്റാലും ഈ കടബാധ്യത മാറാനായിട്ട് യാതൊരു വഴിയില്ല എന്നായിരിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, എൻ്റെ ദൈവം എന്നെ സഹായിക്കാൻ വരും. അതല്ലാതെ ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ചോ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചോ നിരാശപ്പെട്ട് എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കുകയല്ല വേണ്ടത്. നിന്റെ ദൈവം നിന്നെ സഹായിക്കാൻ നിന്റെ ഇടത്തും വലത്തുമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് പിതാവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവ വചനം ഓർക്കുകയാണ്. വിശുദ്ധനായ ആ വൈദികൻ തൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഈശോയോട് ചേർന്ന് ജീവിതം നയിച്ചിരുന്ന ചാവറ പിതാവ് മാന്നാനം ആശ്രമം നിർമ്മിക്കുന്ന സമയം പണിക്കാരെല്ലാം നിന്നും പണിതുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇഷ്ടികയും പ്രാർത്ഥിച്ചാണ് അച്ഛൻ നേടിയെടുക്കുന്നത്. അങ്ങനെ ആശ്രമം പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം കുറേ പണം ആവശ്യമാണ്. ആരും സഹായിക്കാനില്ല. നാളെ പ്രഭാതത്തിൽ ആകുമ്പോഴത്തേക്കും ഇത്രയും പണമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ആരും സഹായിക്കാനില്ല. ആ രാത്രിയിൽ ചാവറ പിതാവ് ചെയ്തൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും അത് അറിയായിരിക്കാം. ആ രാത്രിയിൽ ചാവറ പിതാവ് രാത്രിയുടെ യാമങ്ങളിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ട് ആ ദിവ്യകാരുണ്യനാഥൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓ പിതാവേ, എൻ്റെ രക്ഷക, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങയ്ക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. നാളെ എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട്. അന്നത്തെ കാലത്ത് ചക്രം എന്നാണ് പറയുക. അത്രയും ചക്രം എനിക്ക് വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരം വിളക്കാറായി. ദിവ്യകാരുണ്യം അടക്കിയിട്ട് ഈ അച്ഛൻ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ചാവറ പിതാവ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതാ ചേർപ്പെങ്കിൽ നിന്നും ഒരു സഹോദരൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, പിതാവേ, ഇതാ അങ്ങേക്ക് ഇപ്പോൾ ഈ ആശ്രമം പണിയുമ്പോൾ ധാരാളം പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനിതാ 500 ചക്രം അങ്ങേക്ക് തരുന്നു. 500 ചക്രം. ഇനി ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അങ്ങയെ സഹായിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഇവിടെ ആരും സഹായത്തിന് ഇല്ലാതെ വന്നപ്പോൾ ചാവറ പിതാവ് തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിമേൽ നിന്ന് കരഞ്ഞു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ നേരം വെളുത്തപ്പുന്നതിന് മുമ്പ് ആ പിതാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സംഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. വളരെയധികം അനാഥ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മ. ഒരു ദിവസം ആ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ അമ്മ കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു. ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പിതാവ്, ഈശോയെ എന്നെ സഹായിക്കണമേ, രക്ഷക എന്നെ സഹായിക്കണമേ, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ ഒരു വ്യക്തി വന്നിട്ട് പേരോ
സ്ഥലമോ ഒന്നും പറയാതെ ഇത് അമ്മയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോയൊരു സംഭവം അച്ഛൻ ഓർക്കുകയാണ്. ഇതെല്ലാം അച്ഛന് തരുന്ന വെളിപ്പെടുത്തി തരുന്ന ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ നിരാശരും ദുഃഖിതരും ആയിരിക്കാം. എന്നാൽ ഇപ്പം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, രോഗങ്ങൾ, പീഡകൾ, മഹാമാരികൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി വരുന്നു. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊന്നുമില്ല, ജോലി ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയി, ഇനി ജോലിയില്ല, എങ്ങനെ ജോലി കിട്ടും? ആരും ജോലി തരാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഒന്നും നമ്മൾ പതറരുത്, നമ്മളെ പിന്മാറരുത്. ദൈവമായ കർത്താവാണ് നിനക്ക് ജന്മം നൽകി രൂപം നൽകി ഈ ലോകത്തിലേക്ക് അയച്ചതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെല്ലാം കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നോ അവിടെ ദൈവത്തിന്റെ കൃപയൊഴുകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. കരഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് അവിടെ സഹായിക്കും. ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. സൂസന്ന എന്ന് പറയുന്ന സുന്ദരിയായ ഒരു സ്ത്രീയെ അവിടെ കാണും. അവൾ തൻ്റെ ഭർത്താവിനോടൊത്ത് നല്ല സന്തോഷത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ആ സമൂഹത്തിലെ തന്നെ 2 ശ്രേഷ്ഠന്മാർക്ക് ഈ സൂസന്നയോട് ഒരതിയായ താല്പര്യം തോന്നി. അവളെ തങ്ങളുടെ ഇംഗിതത്തിന് വഴക്കുക, അവളുടെ ശരീരത്തെ ആഗ്രഹിച്ച് ഇവർ അവളുടെ പിന്നാലെ നടക്കുകയാണ്. ഒരു ദിവസം ആരുമില്ലാത്ത സമയത്ത് സൂസന്നയെ അവർ കയറി പിടിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ച് ആളുകൾ ഓടിക്കൂടിയപ്പോൾ ഈ ശ്രേഷ്ഠന്മാർ എന്ത് ചെയ്ത്, നമ്മൾ പറയുന്ന പ്ലേറ്റ് തിരിച്ചങ്ങ് വെച്ചു. ഇവള് ഞങ്ങളെ പാപത്തിന് ക്ഷണിച്ചു. ഇസ്രായേൽ ദേശത്ത് ഒരു സ്ത്രീ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ് നിയമം. അങ്ങനെ ഇവൾക്കെതിരെ സകല തെളിവുകളുമായി പാപത്തിന് പ്രേരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പാപത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു സ്ത്രീ, അങ്ങനെ അവളെ കൊല്ലാനായി കൊണ്ടുപോകുമ്പോൾ അവൾ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ച് കരയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദാനിയേൽ പ്രവാചന പുസ്തകം 11-ാം അധ്യായം 42, 43, 44. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങൾ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരായി കള്ളസാക്ഷ്യം പറഞ്ഞതെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിക്കുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. നോക്ക്, അവൾ മരിക്കാൻ പോകുന്ന സമയത്ത് സകലതും പോയി, എന്നെ രക്ഷിക്കണമേ എന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച സമയത്ത് ഇതാ കർത്താവ് അവളുടെ നിലവിളി കേട്ടു. ദാനിയേൽ എന്ന് പറയുന്ന ഒരു ബാലനെ അവളുടെ ജീവിതത്തിലേക്ക് അയക്കുകയാണ്. അവൻ ഇടപെട്ട് ആ മകൾ തെറ്റുകാരിയല്ല എന്ന് തെളിയിക്കുന്ന സംഭവമാണ് തുടർന്ന് നമ്മൾ കാണുക. അവൾ തെറ്റുകാരിയല്ല എന്ന് തെളിയിക്കുകയും ആ ശ്രേഷ്ഠന്മാരാണ് തെറ്റിന് വേണ്ടി അവളെ പ്രേരിപ്പിച്ചതെന്ന് തിരിച്ചറിയുകയും ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കാണും. എന്തുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ അവിടെ എത്തി? സൂസന്ന തൻ്റെ നിസ്സഹായാവസ്ഥയിൽ ദൈവത്തോട് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളുടെ മേലിടപെട്ടു. ഇതുപോലെ തന്നെ ഈ ദാനിയേൽ പ്രവാചക ജീവിതത്തിൽ മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകനോട് ദൈവത്തെ നിന്ദിച്ച് മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പറയുകയും അങ്ങനെ അത് തനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ദാനിയേൽ പ്രവാചകനെ സിംഹക്കൂട്ടിലേക്ക് രാജാവ് എടുത്തെറിയും. എന്നിട്ട് സിംഹത്തിൻ്റെ കൂട് ഒരു വലിയ കവചം വെച്ച് അടയ്ക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശന്ന് പൊരിഞ്ഞു കിടക്കുന്ന സിംഹത്തിന് മുമ്പിലേക്ക് ഒരു പച്ച മനുഷ്യനെ എറിഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. നിമിഷ നേരം കൊണ്ട് ആ യുവാവിനെ കടിച്ചു കീറും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ട ദാനിയേൽ തൻ്റെ ദൈവത്തോട് ആ നിസ്സഹായാവസ്ഥയിൽ പ്രാർത്ഥിച്ചു. സിംഹത്തിൻ്റെ വാ ദൈവം അടച്ചു കളഞ്ഞു. സിംഹത്തിൻ്റെ വാ ദൈവം അടച്ചു കളഞ്ഞു. അങ്ങനെ ദാനിയേലിനെ ഭക്ഷിക്കാൻ പറ്റിയില്ല. 2-3 ദിവസം കഴിഞ്ഞ് രാജാവ് സിംഹത്തിൻ്റെ കുഴി വീണ്ടും തുറന്നു നോക്കുമ്പോൾ ഇതാ ദാനിയേൽ അങ്ങനെ തന്നെ ഇരിക്കുക. അതിനു മുമ്പ് വേറെ സംഭവമുണ്ട്. ഈ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ സിംഹക്കുഴിയിൽ കിടന്ന് 2-3 ദിവസമായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദാനിയേൽ ഒന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചന പുസ്തകം 14-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള തിരുലിഖിതങ്ങൾ. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു.
കർത്താവിന് ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, പ്രഭു, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല, സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിന് ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോൺ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിലെത്തിച്ചു. ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിന് ദൂതൻ ഉടൻ തന്നെ ഹബക്കുക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ എല്ലാ നിസ്സഹായ അവസ്ഥയിലും ദൈവം സഹായത്തിനായി വരും. ആരും ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല, വേദനിക്കുകയും വേണ്ട. നിന്റെ ദൈവം നിന്നെ സഹായിക്കാൻ തക്ക സമയത്ത് നിന്റെ അടുക്കിലേക്ക് വരും. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 57-ാമത്തെ തിരുലിഖിതം. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് കൂടെ എന്നതുപോലെ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മെ പുറന്തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ. നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ ദൈവം നമ്മളെ പാതി വഴിക്ക് ഇട്ടിട്ട് പോവില്ല എന്ന് ഉറപ്പിച്ചുകൊള്ളുക. അത് സത്യമായി നടക്കും. അച്ഛൻ്റെ 10-25 വർഷത്തെ ജീവിത അനുഭവത്തിൽ നിന്നാണ് അച്ഛന് ഈ കാര്യം അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമുക്ക് ഈ സമയം കർത്താവിൻ്റെ ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് വരാനുള്ള അനുഗ്രഹം നമുക്ക് യാചിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഹൃദയത്തിൽ തളം കെട്ടിക്കിടക്കുന്ന അനാഥത്വം, ഏകാന്തത, എനിക്ക് ആരുമില്ലെന്ന ചിന്ത, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ചിന്ത, ഈ മണ്ഡലങ്ങളെല്ലാം ദൈവമായ കർത്താവിൻ്റെ സന്നിധി നമുക്ക് ഏറ്റുപറയാം. ദൈവമേ, പലപ്പോഴും ഞാൻ ബലഹീനനാണ്, തളർന്നവനാണ് കർത്താവേ. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വലിയ നിരാശ എന്നെ മൂടുകയാണ്. ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ആരെന്നെ സഹായിക്കും? ഞാൻ വിഷമിക്കുകയാണ് കർത്താവേ. കണ്ണുനീരിൽ കുതിർന്നതാണ് എൻ്റെ ജീവിതം. ഈ സമയം ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുകയാണ്. ആരെയും ഉപേക്ഷിക്കാത്തവനെ, ആരും തുണയില്ലാത്തവർക്ക് തുണയായി നിൽക്കുന്നവനെ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കുന്നവനെ, ഈ സമയം വരണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം ദൈവമക്കളെ. മുട്ടുമേൽ നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈ ആശീർവാദ സമയത്ത് എത്രമാത്രം തീഷ്ണത യേശുവിനെ വിളിക്കാമോ അത്രയും തീഷ്ണത യേശുവിനെ വിളിച്ച്, യേശുവേ, എൻ്റെ ദൈവമേ, എനിക്കെന്നും മതിയായവനെ, എനിക്കെന്നും തുണയായവനെ ഞാൻ അങ്ങ് ആരാധിക്കുന്നു. കൊതി തീരുവോളം യേശുവിനെ വിളിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. 2 കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ദൈവമേ, നീ എന്നും മതിയായവൻ. കൈകൾ ഉയർത്തി ആദരം തുറന്ന് ഒരുമിച്ച്, യേശുവേ, യേശുവേ. ദൈവമേ, നീ എന്നും മതിയായവൻ. കുട്ടികളും മുതിർന്നവർ ഒരുമിച്ച്, യേശുവേ, ദൈവമേ, നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ?